വാർത്തകളിലേക്ക് തിരികെ. ഭരണമാറ്റത്തിന് പിന്നാലെ കാസർഗോഡ് AR ക്യാമ്പിലെ സഹപ്രവർത്തകർക്ക് പോലീസ് ഉദ്യോഗസ്ഥന്റെ വക ഭീഷണി. പ്രധാന ചുമതലകളിലുള്ള ഉദ്യോഗസ്ഥർ ഉടൻ സ്ഥാനമൊഴിയണമെന്ന് കോൺഗ്രസ് അനുകൂലിയായ പോലീസ് ഉദ്യോഗസ്ഥൻ നിക്സൺ അർണോൾഡ്. 24 മണിക്കൂറിൽ പ്രധാന ചുമതലകളിലുള്ളവർ സ്ഥാനമൊഴിഞ്ഞില്ലെങ്കിൽ പറിച്ചെറിയുമെന്നാണ് വാട്സപ്പ് സന്ദേശത്തിലൂടെയുള്ള ഭീഷണി. കാണാം, കേൾക്കാം. ഹലോ, നമസ്കാരം. അപ്പം നമ്മുടെ ഇപ്പം 10 വർഷമായിട്ട് ഭരണം മാറിയാണ്. ഭരണം മാറുമ്പം സ്വാഭാവികമായി DD അല്ലെങ്കിൽ MD അങ്ങനെയൊക്കെ കുറേ AR ക്യാമ്പിൽ കുറേ പ്രൊസീജിയറുണ്ട്. അത് സ്വാഭാവികമായി രാജിവെച്ച് മാറിക്കൊടുക്കുക, അല്ലെങ്കിൽ പറിച്ചെറിയും. സ്വാഭാവികമായി ഭരണം മാറി, രീതി മാറി. ഇനി ഒരുത്തരും ഇവിടെ ശബ്ദിക്കത്തില്ല കേട്ടോ. ഒരുത്തരും ഇവിടെ AR ക്യാമ്പിൽ ശബ്ദിക്കത്തില്ല. ഓക്കെ എന്നാ. DDയിലും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഒരുത്തരും അവിടെ കാണാൻ പാടില്ല. ഘട്ടം ഘട്ടമായിട്ട് മറിക്കൊണ്ടം. ഒരുത്തണം ഇപ്പം കഴിഞ്ഞ അസോസിയേഷൻ്റെ എല്ലാ ആൾക്കാർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് മറിക്കൊണ്ടം. സിജുക്കണ്ണൻ, ഈ നിക്സൺ അർണോൾഡ് എന്താണ് പറയുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്? വോട്ടെണ്ണലിന് ശേഷമാണ് കാസർഗോഡ് AR സഹപ്രവർത്തകർക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ ഭീഷണി സന്ദേശം, വാട്സപ്പ് സന്ദേശം അയച്ചത്. പ്രധാന ചുമതലകളിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥാനമൊഴിയണമെന്നാണ് കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. സിവിൽ പോലീസ് ഓഫീസർ നിക്സൺ അർണോൾഡ് തീർച്ചയായും സിജുക്കണ്ണൻ, ഈ 10 വർഷമായി ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു, ഇപ്പോഴങ്ങ് ഒരു വോൾക്കാനോ പോലെ പൊട്ടിത്തെറിക്കുന്നു. ഇതാണ് ഭീഷണി സന്ദേശത്തിലെ ഒരു ആശയം. നിക്സൺ അർണോൾഡ് അല്ലേ, പറിച്ചെറിയണമെന്നൊക്കെയാണ്. സാധാരണ ഫോഴ്സിലെ സംഘടനാ പ്രവർത്തനങ്ങൾ ഈ രീതിയിലൊന്നും അല്ല, പക്ഷെ ഇതൊരു ഭീഷണി സ്വരവും ഒക്കെ അല്ലേ? രാഷ്ട്രീയം കലർത്തരുത് എന്നാണ് ചട്ടം. എല്ലാവരും കൃത്യമായി ഇല്ല, വ്യക്തമല്ല സിജു കണ്ണൻ, ഫോൺ വ്യക്തമല്ല. എന്തായാലും ആ ശബ്ദം കേട്ടു, അതിൽ നിന്ന് എല്ലാം മനസ്സിലായി.